കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടുകൂടെ വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 4, 24 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം അനുഭവപ്പെടുകയും ചെയ്തു. എന്നാൽ സീദോണിൽ സറാഫാത്തിലെ ഒരു വിധവയുടെ അടുത്തേക്കല്ലാതെ മറ്റാരുടെയും അടുക്കലേക്ക് ഏലിയ അയക്കപ്പെട്ടില്ല. എലീഷ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയക്കാരനായ നാമാനല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടില്ല. ഇത് കേട്ടപ്പോൾ സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി. അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഗത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവർ, 2 വായനകളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം നാമാനുമായി ബന്ധപ്പെട്ട കാര്യം. കുഷ്ഠരോഗിയായ നാമാൻ സൗഖ്യം പ്രാപിക്കുന്നത്. സിറിയ രാജാവ് ഇസ്രായേൽ രാജാവുമായിട്ട് അവർ സാധാരണ ശണ്ട കൂടുന്ന, യുദ്ധം പ്രഖ്യാപിക്കുന്ന. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം, ഒരു കത്ത് കിട്ടിയപ്പോൾ ഇസ്രായേൽ രാജാവ് വിചാരിച്ചു, ഇതെന്നെ അവഹേളിക്കാനും എന്നെ വെല്ലുവിളിക്കാനും വേണ്ടി കൊടുത്തുവിട്ടിരിക്കുന്ന ഞാനാരോ ദൈവമാണോ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താൻ? ഇനി അത് കേട്ടിട്ട് നമ്മൾ കാണുകയാണ്, ഈ ഇസ്രായേലിൽ വസിച്ചിരുന്ന ഒരു പ്രവാചകനാണ് എലീഷ പ്രവാചകൻ. അവനെ ഇതെല്ലാം മനസ്സിലായി. നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം അവന് പിടികിട്ടി. നമുക്കറിയാം, പല പ്രവാചകന്മാരും അവര് ഒരു സംഭവം നടന്നിടത്ത് പോയി നിന്നിട്ടൊന്നുമല്ല അറിഞ്ഞ്, അല്ലാതെ തന്നെ അവരിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് അറിവുണ്ടായി. അതിലൂടെ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നതിനെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം പറഞ്ഞു, എൻ്റെ അടുത്തേക്ക് അവരെ വിടട്ടെ, ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്ന് അങ്ങനെ എല്ലാവരും അറിയട്ടെ. നമുക്കറിയാം, നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ്. 2-3 ഡോക്ടർമാരെ കണ്ടു, വലിയ ഫലമൊന്നും ഉണ്ടായില്ല. അവസാനം ഒരു ഡോക്ടറുടെ അടുത്ത് എത്തി. അവർ കറക്റ്റായിട്ട് എൻ്റെ രോഗം കണ്ടുപിടിച്ചു, ട്രീറ്റ്മെൻറ്റ് നടത്തി, ഞാൻ സുഖം പ്രാപിച്ചു. അപ്പം നമ്മൾ എത്തേണ്ടിടത്ത് എത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നന്മ വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമ്മൾ കാണുകയാണ്, ശരിക്കും നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ എത്തേണ്ടത് ദൈവത്തിലാണ്. ഞാൻ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു മനുഷ്യൻ്റെ അടുത്തായിരിക്കാം, അതല്ലെങ്കിൽ മനുഷ്യരല്ലെങ്കിൽ മാലാഖമാരെ വിട്ട് പോലും ദൈവം നമ്മെ സഹായിക്കും. നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിലെത്തുക എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 11:28 നമുക്കറിയാം, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ പക്കൽ വരിക. ഇത് യേശുവിൻ്റെ വാക്കാണ്. നമ്മളെത്തേണ്ടത് ഒരു ധ്യാന കേന്ദ്രത്തിലോ ഒരു ധ്യാനഗുരുവിൻ്റെ അടുത്തോ എന്നതിനേക്കാൾ ദൈവത്തിൻ്റെ അടുത്തെത്തണം. ഇനി അതിന് നമുക്ക് സാധിക്കുന്നെങ്കിൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. വീണ്ടും ഇന്ന് ആദ്യ വായനയിൽ നമ്മൾ കണ്ടൊരു കാര്യം, നാമാൻ ഇച്ചിരി ദേഷ്യം വന്നൊരു കാര്യം. അവൻ പ്രതീക്ഷിച്ചതുപോലെ പ്രവാചകൻ പ്രവർത്തിച്ചില്ല. അവൻ പ്രതീക്ഷിച്ച എന്തായിരുന്നു? കൈവീശി കുഷ്ഠത്തെ ശാസിക്കും, അപ്പോൾ സൗഖ്യമുണ്ടാവും. ഇതൊന്നും ചെയ്യാതെ കണ്ട് നീ പോയിട്ട് ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിപ്പൊങ്ങിയാൽ മതി. അവന് ഇഷ്ടപ്പെട്ടില്ല. അവൻ പറഞ്ഞത്, ഇതിനേക്കാൾ വലിയ നദികളൊക്കെ ഞങ്ങൾക്കുണ്ടല്ലോ സിറിയയിൽ, അവിടെ മുങ്ങിപ്പൊങ്ങിയാൽ പോരായിരുന്നു. ഇവിടെ വന്നത് അതിനു വേണ്ടിയൊന്നുമല്ല, ഞങ്ങൾക്ക് ഇങ്ങനത്തെ ചില പ്രതീക്ഷകളുണ്ടായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കും, സാധാരണ കാര്യങ്ങളിലൂടെ ദൈവം ഇടപെടുന്നത് എല്ലാവർക്കും വലിയ താല്പര്യമൊന്നുമില്ല. അടയാളം കാണും, ബാഹ്യമായിട്ടുള്ള അടയാളം. യോഹന്നാൻ 2-ാം അധ്യായം 23 മുതൽ വായിക്കുമ്പോൾ, അടയാളങ്ങൾ കണ്ടതിൻ്റെ പേരിൽ വിശ്വസിച്ചവരെ കർത്താവ് വിശ്വസിച്ചില്ലെന്നാണ് പറഞ്ഞു. നമ്മൾ വിശ്വസിച്ചതിൻ്റെ പേരിൽ അടയാളം കാണണം, അല്ലാതെ അടയാളം കണ്ടിട്ട് ഞാൻ വിശ്വസിക്കാം, ഇന്ന കാര്യം നടന്നിട്ട് ഞാൻ പിന്നെ ജീവിതത്തിൽ മാറ്റം വരുത്താം, അതൊക്കെ മാനുഷികമായ ചിന്തകളാണ്.
എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് നോർമലായിട്ട് ചിന്തിച്ചാൽ കാണാൻ സാധിക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം മര്യാദയ്ക്ക് ഒരു കുർബാന കൂടി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ച് കർത്താവ് എൻ്റെ പ്രശ്നത്തിന് പരിഹാരമാകും എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ വികാരം കൊള്ളിക്കുന്ന കാര്യങ്ങൾ വേണം. എനിക്കറിയാം അവരോട് വെളുപ്പിനെ എഴുന്നേറ്റ് 2-3 മാസം പിടിക്കണ കാര്യമാണ്. എന്നാലും വെളുപ്പിനെ എഴുന്നേക്കണം, എന്നിട്ട് കട്ടൻ ചായ അനത്തണം, ഈ തേയില കൊണ്ട് തന്നെ, എന്നിട്ട് വെറും വയറ്റ് കട്ടൻ ചായ കുടിക്കണം. അപ്പം നിങ്ങളുടെ ഈ കൈവശം പൊള്ളിച്ചെന്നത് നീങ്ങിപ്പോക്കോളും. ഇതൊക്കെ വിശ്വസിക്കാൻ ആൾക്കാരുണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ പുറകെ പോകാനും അതൊക്കെ ചെയ്യാനും സാമാന്യ ബുദ്ധിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വിശുദ്ധ കുർബാനയിൽ നമുക്ക് കിട്ടുന്ന യേശുവിൻ്റെ ശരീര രക്തത്തെക്കാൾ നമ്മളെ വിശുദ്ധീകരിക്കുന്ന മറ്റെന്ത് ഔഷധമുള്ളത്? ഇനി അതിന് താല്പര്യമോ അതിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലാതെ അതൊക്കെ ഒരു ഒഴുക്കം മാറ്റി നടത്തും. എന്നിട്ട് ചായ കുടിക്കുന്നതോ ഇങ്ങനത്തെയുള്ള ചില അഭ്യാസങ്ങളൊക്കെ അത് കൃത്യമായിട്ട് ചെയ്യാൻ അതിനെന്തേരം ത്യാഗം വേണേലും എടുക്കാനും സന്നദ്ധരാകുന്നവരെ കാണാൻ പറ്റും. നമ്മളെ ഇന്ന് ഭരിക്കുന്നത് വൈകാരികതയാണോ അതോ ആത്മീയതയാണോ? ചിലരെ സംബന്ധിച്ചിടത്തോളം വികാരമാണ് മുറ്റി നിൽക്കുക. വൈകാരികതയെ ഉണർത്തുന്ന കാര്യങ്ങൾ അവർക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് പലരും അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തു പോകുന്നത്. ചിലരുടെ മര്യാദയ്ക്ക് നിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ പറഞ്ഞാൽ അവർക്കൊരു കുളിരൊന്നുമില്ല. പക്ഷേ നിങ്ങളൊരു 9 ദിവസം 9 മിനിറ്റ് ഒറ്റക്കാലെ നിന്ന് പ്രാർത്ഥിക്കുക, അപ്പോൾ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും, റെഡിയാവും കേട്ടോ. വൈകാരികത, എൻ്റെ പ്രിയപ്പെട്ടവർ, ശരിക്കുള്ള ആത്മീയതയ്ക്ക് ഒരു വൈകാരികതയുടെയും ആവശ്യമില്ല. നമുക്ക് കാണാൻ സാധിക്കും സഭയിൽ നമുക്ക് ഈ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അത് മാമോദീസായുടെ സമയത്ത് നടക്കുന്നൊരു കാര്യമാണ്. വരപ്രസാദം സ്വീകരിച്ച് തിരുസഭയുടെ ഭാഗമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായി മാറുന്നു. അതാണ് മാമോദീസായിലൂടെ സംഭവിക്കുക. ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞൊരു ഐറ്റമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വന്നിട്ട് വേണേ കൈകാൽ വിറയ്ക്കും, വേണമെങ്കിൽ ഭാഷാവരത്തി പ്രാർത്ഥിക്കും, വേണമെങ്കിൽ നിലത്ത് കിടന്ന് ഉരുളും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻഫില്ലിങ്. ഇതിലേതാ പ്രധാനപ്പെട്ടതെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് പലർക്കും വേണ്ടത് വൈകാരികത മുറ്റി നിൽക്കുന്ന കാര്യം. ധ്യാനം കൂടി ഇങ്ങനെ വല്ലതും സംഭവിക്കുകയാണ്, നല്ല ധ്യാനമായി. ദൈവവചനം കേട്ട് ആ വചനം എനിക്ക് ജീവിക്കണം എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി ഇനി എന്ത് വന്നാലും പാപം ചെയ്യുന്ന കാര്യമില്ല, പാപം ചെയ്യാൻ എന്നെ കിട്ടത്തില്ല, മരിക്കേണ്ടി വന്നാലും ഞാൻ ദൈവത്തിന് വേണ്ടി നിലകൊള്ളും. ഇങ്ങനെയൊക്കെയാണോ സാധാരണ നമ്മൾ ചിന്തിക്കാറുള്ളത്? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വികാരമുണർത്തുന്ന കാര്യങ്ങളെക്കാൾ ദൈവത്തോട് നമ്മെ ചേർത്ത് പിടിക്കുന്ന, സ്വർഗത്തിൽ നമ്മളെ എത്തിക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ച് ജീവിക്കാൻ പറ്റണം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ നോമ്പുകാലത്താണേലും സംഭവിക്കേണ്ടത്. ഓരോ ബലിയർപ്പണത്തിലൂടെയും ഓരോ പ്രാർത്ഥനയിലൂടെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. മത്തായി 16:26 എവിടെ ഇരുന്നാലും നമ്മുടെ കാതിലും നമ്മുടെ ഹൃദയത്തിലും മുഴങ്ങേണ്ട ഒരു വചന സന്ദേശമാണ്. ഒരു ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടമായാൽ അവൻ എന്ത് നേടി? ലൂക്കാ 10:20 നമ്മൾ വായിക്കുന്നുണ്ട്, പിശാചുക്കൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നതിനേക്കാൾ നിങ്ങൾ അഭിമാനിക്കേണ്ടത്, സന്തോഷിക്കേണ്ടത് നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിന്മേൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സ്വർഗത്തിൽ പോകാൻ പറ്റുന്നു എന്നതിലാണ്. നമുക്ക് ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ ഇച്ചിരി പാടാണ്. പക്ഷേ ഉൾക്കൊണ്ടാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടമായിരിക്കും. അതിനുവേണ്ട അഭിഷേകത്തിനായിട്ട് ഈ ബലിയിൽ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.